ആയിരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതിന് എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ ഡാലസ് പ്രയർ ഗ്രൂപ്പിനോടുള്ള നന്ദിയും സ്നേഹവും ആദ്യം തന്നെ അറിയിക്കട്ടെ. സർവശക്തനായ ദൈവം തന്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ അറിയാത്ത ഒരു സമൂഹത്തിന്റെ മുൻപിൽ, എനിക്ക് ഒരു മുഖപരിചയം പോലും ഇല്ലാത്ത ഒരു സമൂഹത്തിന് മുൻപിൽ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ അറിയിക്കുവാനായിട്ട് ഇങ്ങനെ വന്ന് സാക്ഷ്യവുമായിട്ട് നിൽക്കുവാൻ, ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിൽ ഒരു സാക്ഷ്യവുമായി നിൽക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചതിനായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സഹോദരി പറഞ്ഞതുപോലെ എൻ്റെ പേര് ഷിബു ജോസഫ്. ഞാൻ ആലുവ എന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ നിങ്ങളുമായി സംസാരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവ എന്ന സ്ഥലത്ത് നിന്നാണ്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളെ ആരെയും നേരിട്ട് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പുള്ള സഹോദരി പറഞ്ഞ അവസാന വാചകങ്ങളിൽ ആ സമയത്താണ് ഞാൻ സൂം മീറ്റിംഗിൽ കടന്നു വന്നത്. അപ്പോൾ ഞാൻ അത് ഓർക്കുകയായിരുന്നു. വലിയ നമുക്ക് കൈകൊണ്ട് പിടിക്കാമെങ്കിൽ അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. പ്രിയമുള്ളവരെ, എന്റെയും ജീവിതം അങ്ങനെയായിരുന്നു. ഒരു നിസാരമായ ജീവിതമായിരുന്നു. എടുത്തു പറയാനായിട്ട് ഒന്നും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഇന്ന് ഒരു സംതൃപ്തനായിട്ടുള്ള വ്യക്തിയാണ്. സംതൃപ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ദൈവം അതുപോലെ അനുഗ്രഹിച്ചു. ഞാൻ ചിന്തിക്കുന്നതിലും നനച്ചതിലുമൊക്കെ ഉപരിയായിട്ട് ദൈവം എനിക്ക് നന്മകൾ ചെയ്തു. ആ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചലച്ചിത്രത്തിന്റെ പരസ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആടുജീവിതം പലരും കേട്ട് കാണും, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കോ വാട്സാപ്പോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ അതിന്റെ പരസ്യങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ അനുഭവിച്ച, യഥാർത്ഥത്തിൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു മരുഭൂ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരം ഇന്ന് സമൂഹത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അതുപോലെയുള്ള ഒരു ജീവിതം എന്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിന്റെ കരുണ എന്റെ കൂടെ ഇരുന്നത് കൊണ്ട് എനിക്ക് ആ ചലച്ചിത്രത്തിലെ പോലെ നരകയാതന അനുഭവിച്ച് തീരുന്ന ഒരാളായിട്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിച്ചു വരുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം എന്നെ മാറ്റി. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഷിബു. എൻ്റെ സ്വന്തം നാട്, ഞാനിപ്പോ ആലുവയിൽ താമസിക്കുന്നതെങ്കിലും എൻ്റെ സ്വന്തം ദേശം ആലപ്പുഴ എന്നതാണ്. ആലപ്പുഴയിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കൾ വളരെ ഭക്തിയുള്ള മാതാപിതാക്കളായിരുന്നു. അതിനാൽ അവർ ചെറുപ്പം മുതലേ തന്നെ എന്നെ പള്ളിയിൽ അയക്കുന്നതിലും സൺഡേ സ്കൂളിൽ അയക്കുന്നതിലെല്ലാം വളരെ നിർബന്ധം പുലർത്തിയിരുന്നു. അപ്രകാരം ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ 8ാം ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും, ആരും എനിക്ക് പ്രേരണ എന്നല്ല, ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. എൻ്റെ ഹൃദയത്തിൽ നിന്നും വന്ന ഒരു ചോദ്യമാണ്. കാരണം അന്ന് 8ാം ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നത് മോശ 10 കൽപ്പനകളുമായിട്ട് സിനായ് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ താഴത്തേക്ക് വരുമ്പോൾ താഴത്ത് അഹരോനും കൂട്ടരും കാളക്കുട്ടിയെ ആരാധിക്കുന്നു. മോശ കൽപ്പലകകൾ ഉടച്ചു കളഞ്ഞിട്ട് ഉള്ള സംഭവങ്ങൾ ഞങ്ങളുടെ പള്ളിയിലെ കന്യാസ്ത്രീ അമ്മ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സ്വാഭാവികമായ ഒരു ചോദ്യം ഞാൻ ആ കന്യാസ്ത്രീയോട് ചോദിച്ചു, സിസ്റ്ററെ, നമ്മുടെ പള്ളിയിലും ഇരിക്കുന്നത് വിഗ്രഹങ്ങളല്ലേ? അതെന്നെ ആരും പ്രേരിപ്പിച്ച്, എനിക്കറിയില്ലായിരുന്നു അന്ന് കത്തോലിക്കർ ഒഴികെ വേറൊരു ക്രൈസ്തവ സമൂഹം ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പോലും പാടില്ലാതിരുന്ന ആ കാലത്തിൽ, എനിക്ക് 8ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചോദ്യം സിസ്റ്ററിനോട് ചോദിച്ചു, നമ്മുടെ പള്ളിയിലുള്ള വിഗ്രഹങ്ങളല്ലേ? സിസ്റ്റർ എനിക്ക് വ്യക്തമായ മറുപടി തന്നില്ല. എന്നെ അഹങ്കാരി, നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരുടെ മുൻപിൽ പരിഹസിച്ചിട്ട് എനിക്ക് ചോദ്യത്തിന് ഉത്തരം തന്നില്ല. പക്ഷെ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഞാൻ അന്ന് തൊട്ട് ഒരു ദൃഢനിശ്ചയം എടുത്തു, ഇനി ഇതിനൊന്നും ഉത്തരം കിട്ടാതെ ഞാൻ പള്ളിയിലേക്ക് പോകില്ല എന്ന്.
ഞാൻ 8ാം ക്ലാസ് മുതൽ പള്ളിയിൽ പോകുന്നത് നിർത്തി, കുർബാനയ്ക്ക് പോകുന്നത് നിർത്തി, സൺഡേ സ്കൂളിൽ പോകുന്നത് നിർത്തി. എന്റെ വീട്ടിൽ എന്റെ അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ വടിയെടുത്തിട്ട് അടിക്കും. കാരണം ഞാൻ പള്ളിയിൽ പോകുന്നില്ല, സൺഡേ സ്കൂളിൽ പോകുന്നില്ല. പക്ഷെ ഞാൻ വാശി പിടിച്ചിരുന്നു. ഞാൻ 8ലും 9ലും 10ലും ഞാൻ പള്ളിയിൽ പോയിട്ടില്ല, ഞാൻ സൺഡേ സ്കൂളിലും പോയിട്ടില്ല. ആ കാലഘട്ടത്തിൽ മുഴുവൻ എന്നിലുള്ള ദൈവവിശ്വാസം നഷ്ടു തുടങ്ങിയിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിലെ പരീക്ഷ 1992 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ അവധിക്കാലത്ത് ഞാൻ ഇരിക്കുകയാണ്. കാരണം എന്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. തുടർന്ന് പഠിപ്പിക്കുവാനായിട്ട് വിടുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എന്റെ വീട്ടിലില്ല, എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഇല്ല. എന്റെ അപ്പച്ചനൊരു കൂലിപ്പണിക്കാരനാണ്, അമ്മച്ചിയും കൂലി ജോലി ചെയ്തിട്ടാണ് ഞങ്ങളെ വളർന്നത്. ഞങ്ങൾ 3 മക്കളുണ്ട്. എനിക്കൊരു മൂത്ത സഹോദരനും എനിക്കൊരു സഹോദരിയും ഉണ്ട്. എല്ലാവരും കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഞാൻ മാത്രം ദൈവവിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ജീവിക്കുന്നു. എന്റെ അമ്മ പലരോടും പറഞ്ഞു, വീട്ടിൽ വരുന്ന പള്ളിയിലച്ഛന്മാരോട് പറഞ്ഞു, അച്ചോ ഇവന്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം, കാരണം ഇവന് ദൈവവിശ്വാസമില്ല. ഞാൻ അന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. കേരള ശബ്ദം പോലെയൊക്കെയുള്ള മാസികകൾ വായിച്ചിട്ട് അതിൽ ഈ നിരീശ്വരവാദികൾ എഴുതുന്ന ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് എന്നിലുള്ള ദൈവവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട രീതിയായിരുന്നു. അച്ഛന്മാർക്കൊന്നും എന്റെ സംശയത്തിന് ഉത്തരം തരാൻ ഒന്നും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ എന്റെ ഒരു അമ്മായിയുടെ മകൻ, അപ്പന്റെ പെങ്ങളുടെ മകൻ, അദ്ദേഹം ആലുവയിലെ ഒരു സുവിശേഷ പ്രവർത്തകനാണ്. KJ സെബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു 1992 ഏപ്രിൽ മാസം. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്റെ അമ്മ പറഞ്ഞു, മോനെ ഇവനെ ഷിബുവിന് ദൈവവിശ്വാസമില്ല, മോനെന്ന് അവനെ ഉപദേശിക്കണം. അപ്പൊ എന്റെ ഈ കസിൻ KJ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ അച്ചായൻ എന്റെ അടുത്ത് പറഞ്ഞു, മോനെ എന്താണ് നിന്റെ കാരണം? ഞാൻ അച്ചായ ഇങ്ങനെ ഒരു സംശയമുണ്ട് എനിക്ക്. നമ്മുടെ പള്ളിയിലുള്ളത് വിഗ്രഹങ്ങളല്ലേ? അപ്പോൾ നമ്മളുടെ ഈ 10 കൽപ്പനകളുമായിട്ട് വന്നപ്പോൾ മോശ കാളക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ടല്ലേ ഉടച്ചു കളഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ വിഗ്രഹങ്ങളല്ലേ എന്ന് ചോദിച്ചതിന് സിസ്റ്റർ എന്നെ സൺഡേ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എനിക്കൊരു മറുപടി ഇതിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവവിശ്വാസത്തിലേക്ക് വരാം, അല്ലെങ്കിൽ എനിക്ക് ദൈവമുണ്ടെന്ന് ഒരു ഇത് ഉണ്ടാക്കണം, എനിക്ക് ഉറപ്പ് തരണം. അദ്ദേഹം എന്നോട് ബൈബിളിലൂടെ സുവിശേഷം പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, മോനെ നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്നതും വിഗ്രഹങ്ങൾ തന്നെയാണ്, പക്ഷേ 10 കൽപ്പനകളിൽ 2ാമത്തെ കൽപ്പന നമ്മൾ അതെടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോഴും പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. കാത്തലിക് ചർച്ചില് 2ാമത്തെ കൽപ്പന എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. 10 കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ, അതായത് 10ാമത്തെ കൽപ്പന 2 പീസാക്കി ആ എണ്ണം തികച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് അതിനെക്കുറിച്ച് വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞു തന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ ക്രിസ്ത്യാനി ആകുന്നത് ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ടല്ല, ഒരു കത്തോലിക്ക കുടുംബത്തിലോ ഒരു മർത്തോമ കുടുംബത്തിലോ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലോ ഒന്നും ജനിക്കുന്നത് കൊണ്ട് ഒരുവൻ ക്രിസ്ത്യാനി ആകുന്നില്ല. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കണം, എങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിയായി തീരുവാൻ, ദൈവമകനായി തീരുവാൻ സാധിക്കുള്ളൂ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന ഉള്ള സുവിശേഷം അദ്ദേഹം എനിക്ക് പങ്കുവച്ചു. ഞാൻ അങ്ങനെ എന്റെ 15ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാനൊരു ദൈവമകനായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം. സിസ്റ്ററെ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവമകനായി തീർന്ന ഞാന് എന്നിൽ ഒത്തിരി സന്തോഷം വന്നു. കാരണം ഇതുവരെ ഇല്ലാത്ത, എന്റെ 10 വയസ്സ് വരെ എനിക്ക് ഇല്ലാതിരുന്ന ഒരു ഉണർവ്, ഒരു സന്തോഷമൊക്കെ എന്റെ ജീവിതത്തിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഈ കസിനോട് പറഞ്ഞു, അച്ചായന്റെ കൂടെ ഞാൻ വരികയാണ്, എനിക്കും ഈ കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ കൂടെ ഏതാണ്ട് 1 വർഷക്കാലം ഞാൻ ചിലവഴിച്ചു. ഞാൻ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വേദപുസ്തകം വായിച്ചു കൊടുക്കും. വളരെ ഉച്ചത്തിൽ വായിക്കുവാനായിട്ടൊക്കെയുള്ള കൃപ എനിക്ക് ദൈവം തന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, 10ാം ക്ലാസ് പക്ഷെ പഠിപ്പിക്കാൻ എന്റെ വീടില്ല. ഈ അച്ചായന്റെ കൂടെ പോയി
അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരു സഹായിയായിട്ട് നിന്നു. ഞാൻ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റിന്റെ ജീസസ് ഫിലിം എന്ന ഒരു ടീമിനെ പറ്റി അറിയുകയുണ്ടായി. ആലപ്പുഴ ജില്ലയിലെ അതിന്റെ ഡയറക്ടർ ആയിരുന്നു KL തോമസ് ഊട്ടി എന്ന് പറഞ്ഞ അങ്കിൾ. അപ്പൊ അദ്ദേഹത്തെ പരിചയപ്പെടുകയും എന്റെ ഉള്ളിൽ അതിയായ ഒരു ആഗ്രഹം ഈ ടീമിൽ ചേർന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്റെ അന്ന് ഞാൻ പറഞ്ഞല്ലോ 16-17 വയസ്സ് പ്രായമുള്ളൂ. ഞാൻ അങ്ങനെ KL തോമസ് ഊട്ടി അങ്കിളിനോട് സംസാരിച്ചു, അങ്കിൾ എനിക്ക് കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്കിൾ പറഞ്ഞു നമുക്ക് ജീസസ് ഫിലിം ടീം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രമാണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ തോറും നടന്ന് അത് പ്രദർശിപ്പിക്കുക. അതുവഴി ലൂക്കോസിന്റെ സുവിശേഷം വഴി കർത്താവിന്റെ സുവിശേഷം ജനങ്ങളെ അറിയിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പ്രിയമുള്ളവരെ, ഞാൻ 1994 മുതൽ 96 വരെ ആ ഒരു മിനിസ്ട്രിയിൽ അംഗമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങി. ഓരോ ഗ്രാമങ്ങളിൽ, പത്തനംതിട്ട ജില്ലയുടെ ഓരോ ഗ്രാമങ്ങളിൽ, കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശമായ ആര്യക്കര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ആലുവ അടുത്ത് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം 1994 മുതൽ 96 വരെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ ഏറ്റവും നല്ല പ്രായം, എന്റെ 18 വയസ്സുള്ള ഏറ്റവും നല്ല പ്രായം ഞാൻ എന്റെ കർത്താവിന് വേണ്ടി കൊടുത്തത് കൊണ്ട്, 2 വർഷം ഞാൻ എന്റെ കർത്താവിന് വേണ്ടി കൊടുത്തത് കൊണ്ട്, പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ 46 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് വരെ ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം ദൈവം എന്നെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. നാം ദൈവത്തിന് വേണ്ടി ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ ദൈവം നമ്മളെ കരങ്ങളിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ദൈവമാണ് എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അത് നിങ്ങളോട് പങ്കുവെക്കുവാൻ സാധിച്ചതിൽ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ 2 വർഷത്തെ 1994 മുതൽ 96 വരെ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായിരുന്നു. എനിക്കൊരു വീടില്ലായിരുന്നു. വളരെ ഞെരുക്കത്തിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്തുണ്ട്, അതായത് ഈ എന്നെ രക്ഷയിക്കുന്ന KJ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആ അച്ചായന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ഡോക്ടേഴ്സ് ടവർ എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ ഉടമസ്ഥനാണ്. ഡോക്ടർ ജോർജും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ലീലാമ ജോർജും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലർക്കും അവരെ അറിയാമായിരിക്കും. അവർ അബുദാബിയിൽ സിറ്റി ക്ലിനിക്ക്, അബുദാബിയിൽ പാസ്പോർട്ട് റോഡിൽ അവർക്ക് സിറ്റി ക്ലിനിക്ക്, വഹീദ ഫാർമസി എന്ന 2 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയം എൻ്റെ അമ്മ അവരുടെ കൂടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനായിട്ട് പോയിരുന്നു. 2-3 വർഷം അമ്മ അവരോടൊപ്പമായിരുന്നു അവിടുത്തെ ജോലിയെല്ലാം ചെയ്യാനായിട്ട്. അപ്പൊ എൻ്റെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം മക്കൾ ആരെയെങ്കിലും ഗൾഫിൽ കൊണ്ടുപോയി ഒരു ജോലി മേടിച്ചു തരാമെന്ന് ആ ഡോക്ടർ അങ്കിൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതിന് പ്രകാരം വീട്ടിൽ നിന്ന് എന്നെയാണ് തിരഞ്ഞെടുത്തത്. നീ പോണം. അങ്ങനെ ഈ ഡോക്ടർ അങ്കിൾ എനിക്ക് ഒരു വിസ തയ്യാറാക്കി തന്നു. അത് 1998 അദ്ദേഹത്തിന്റെ ഒരു പേഷ്യന്റിന്റെ ഒരു അബുദാബിയിലുള്ള ഒരു തോട്ടത്തിലെ പണിക്കാരനായിട്ട്, അഗ്രികൾച്ചർ ജോബിന് വേണ്ടിയിട്ട്, അതായത് തക്കാളിത്തോട്ടത്തിലെ ഫാർമർ എന്ന് പറഞ്ഞ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു വിസ റെഡിയാക്കി തന്നു. അതോടൊപ്പം തന്നെ കോട്ടയത്തുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ ഒരു വിസ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ 1998 ഞാനും എൻ്റെ ഈ സുഹൃത്തുള്ള കോട്ടയംകാരനായിട്ടുള്ള ആ പയ്യനും അദ്ദേഹത്തിനും എനിക്ക് വന്ന് 20 വയസ്സ് പ്രായമുണ്ട്. ഞങ്ങളെ 2 പേരും അബുദാബിയിൽ ഫാർമർ എന്ന വിസയിൽ അബുദാബിയിലേക്ക് ഞങ്ങൾ കയറി വരികയാണ് 1998. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, 1998 മനസ്സിൽ ഒത്തിരി മോഹങ്ങളും അതിലേറെ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് ഞാൻ ഇവിടുന്ന് വിമാനം കയറി. എനിക്കറിയാമായിരുന്നു തോട്ടത്തിലെ ജോലിയാണ്, ഫാർമർ ജോലിയാണെന്നുള്ള ജോലി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരുന്നത്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് അബുദാബിയിലുള്ള ഏതെങ്കിലും ഒരു അറബിയുടെ വീട്, അവിടെ ചെറിയൊരു അടുക്കളത്തോട്ടം, അതില് ഒരു 8 മണിക്കൂർ ജോലി,
ചെടികളെല്ലാം നനയ്ക്കുക, പുല്ല് വെട്ടുക, അങ്ങനത്തെയൊക്കെ ഒരു ജോലി. അതിനുശേഷം വിശ്രമം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവധി. ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു സ്വപ്നം. അന്ന് എനിക്ക് അതിനായിട്ട് പറഞ്ഞിരുന്ന ശമ്പളം എന്ന് പറയുന്നത് 500 ദിർഹമായിരുന്നു. 1998 500 ദിർഹം. ഞാൻ അതും മനസ്സിലാക്കിക്കൊണ്ടാണ് വരുന്നത്. ഏകദേശം 5000 രൂപയ്ക്ക് അടുത്ത് അന്ന് ഇന്ത്യയിൽ അത് ലഭിക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് ആ ശമ്പളം അത്യാവശ്യം വീട് കഴിഞ്ഞു പോകാനായിട്ടുള്ള ഒരു തുകയായിരുന്നാൽ ഞാൻ ആ ഒരു സന്തോഷത്തിലായിരുന്നു അബുദാബിക്ക് കയറിയത്. എന്നാൽ ഞങ്ങൾ അബുദാബിയിലെത്തി. ഈ ഡോക്ടർ അങ്കിൾ ഞങ്ങളെ ഈ എൻ്റെ സ്പോൺസറുണ്ട്, ഒരു അറബി, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കി. ആ സ്പോൺസർ എന്നെയും മറ്റേ ആ പയ്യനെയും കൂടി അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കയറ്റി അബുദാബിയിൽ നിന്നും യാത്ര തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും, ഒരു 10 മിനിറ്റ് 15 മിനിറ്റുള്ള യാത്രയ്ക്കുള്ളിൽ ഞങ്ങളുടെ ജോലി സ്ഥലം എത്തുമായിരിക്കും. എന്നാൽ ഏകദേശം മണിക്കൂറുകൾ കടന്നു. ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ അബുദാബി അലൈൻ റോഡിൽ ഒരു ട്രക്ക് റോഡ് ഉണ്ട്. ആ ട്രക്ക് റോഡിൽ നിന്നും മരുഭൂമിയുടെ നടുക്കോട്ട് ഈ വാഹനം പോകാൻ തുടങ്ങി. ഈ മരുഭൂമിയിലെ മണൽ കൂനകൾക്ക് മുകളിലൂടെ ഈ വാഹനം ഓടാൻ തുടങ്ങി. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഈ മണ്ണിലൂടെ ഓടിക്കാണും. മണ്ണിലൂടെ ഓടി ഞങ്ങൾ ഒരു ഷെഡിന്റെ, ഒരു ആസ്ബറ്റോസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡിന്റെ മുന്നിൽ വന്ന് ഈ വണ്ടി നിന്നു. അവിടെ ഞങ്ങളെ ഇറക്കിയിട്ട് ഈ അറബി പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ ജോലി സ്ഥലം. അദ്ദേഹം അറബിയിലാണ് പറയുന്നത്. എനിക്ക് മലയാളം അല്ലാതെ ഒരു ഭാഷയും എനിക്കറിയില്ല. ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാം, പക്ഷെ സംസാരിക്കാൻ അറിയില്ല. പക്ഷെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ അറബി ഞങ്ങളോട് പറഞ്ഞു, ദിസ് ഈസ് യുവർ വർക്ക് പ്ലേസ്. അതെനിക്ക് മനസ്സിലായി, ഇതാണ് എൻ്റെ ജോലി സ്ഥലം. യുവർ ഫോർമാൻ വിൽ കം. നമ്മുടെ ഫോർമാൻ ഇപ്പൊ വരും. ഇതൊക്കെ എനിക്ക് അത്യാവശ്യം മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ അറബി, ഈ UAE-കാരനായ ഈ അറബി, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കണ്ടിട്ട് അദ്ദേഹം എനിക്ക് വെള്ളം തന്നു, എനിക്ക് വെള്ളം തന്നു. ആ ഷെഡിന് മുമ്പിൽ ഇറക്കിയിട്ട് പറഞ്ഞു, ആളിട്ട് വരും എന്ന് പറഞ്ഞിട്ട് മടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു വണ്ടിയിൽ ഒരു അറബി വന്നു. അദ്ദേഹം ഒരു ഈജിപ്തുകാരനായിട്ടുള്ള അറബിയാണ്, ഒരു മിസ്രൈമ്യൻ. നമ്മൾ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മിസ്രൈമ്യൻ വന്നു. അവൻ എന്തൊക്കെയോ അറബിയിൽ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്റെ കൂട്ടുകാരനും ഒന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് അറബി അറിയില്ല, അവന് ഞങ്ങളുടെ ഭാഷ അറിയില്ല. അവൻ എന്തൊക്കെയോ ഭാഷയിൽ ആംഗ്യം കാണിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കൂട്ടുകാരായ വേറെയും 2 മിസ്രൈമികൾ, ഈജിപ്ഷ്യന്മാർ വന്നു. അവരെ ഞങ്ങളെ കൊണ്ട് ഓരോ ജോലി ചെയ്യിക്കാൻ തുടങ്ങി. അവൻ കാണിച്ചു തരും എങ്ങനെയാണ് വേലി കെട്ടേണ്ടത്, എങ്ങനെയാണ് മണ്ണ് കോരി മാറ്റി അവിടെ ഈത്തപ്പനയുടെ ഓലകൾ കുത്തി വേലി കെട്ടേണ്ടത്. അങ്ങനെ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് വേലി കെട്ടുന്നതാണ് അവൻ കാണിച്ചു തരുന്ന രീതിയിൽ ചെയ്യണം. അവൻ കാണിച്ചു തരുന്നതിൽ എന്തേലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഹോസ് കിടപ്പുണ്ട്, വെള്ളം നനയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന, അതിന്റെ ഒരു കഷ്ണം കൊണ്ട് നമ്മളെ അടിതരും. മുഖത്ത് ചാട്ടവാറിന് കൊണ്ട് അടിക്കുന്ന കണക്കത്ത വേദനയാണ്. പ്രിയമുള്ളവരെ, 20 വയസ്സുള്ള 2 ചെറുപ്പക്കാർ, ഭാഷ അറിയില്ല, എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മരുഭൂമി, കണ്ണെത്തത്ത ദൂരത്തോളം മരുഭൂമി പരന്നു കിടക്കുകയാണ്. ഒരു സ്ഥലത്തോട്ട് നോക്കിയാൽ മണൽക്കൂനകൾ കാണാം. എന്നാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ആ മണൽക്കൂന അവിടുന്ന് മാറി അടുത്ത ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നു വരുന്നതായിട്ട് കാണാം. ഒരു ജീവികൾ പോലുമില്ല. ഒരു മെഷീൻ സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ബോർവെൽ കുഴൽ കിണറുകൾ കുത്തുകയാണ്. അവിടെ ഒരു തോട്ടം ഉണ്ടാക്കുകയാണ്. ഞാനും എൻ്റെ സുഹൃത്ത് മലയാളി ആയ ആ പയ്യനും, ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഏകദേശം 1 മാസത്തോളം അവിടെ ഞങ്ങൾ 2 മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 ഈജിപ്ഷ്യന്മാർ ഞങ്ങളെ കൊണ്ട് ഓരോ വേലികൾ കെട്ടിക്കാൻ തുടങ്ങി. അതായത് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവാണ് ഒരു തോട്ടത്തിന്റെ സൈസ്. അതുപോലുള്ള 3 തോട്ടങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് എൻ്റെ അറബിക്ക് അവിടെയുണ്ട്. ഇവിടെ എല്ലാം ആദ്യം വേലി കെട്ടണം. അതിനോടൊപ്പം തന്നെ കുഴൽക്കിണർ കുത്തൽ നടക്കുന്നുണ്ട്. വെള്ളം വന്ന് ഉണ്ടാക്കുന്ന ജോലിയാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ ചെല്ലുന്ന സമയം അവിടെ ഒന്നുമില്ല, ഒരു പച്ചപ്പ് പോലും കാണാനില്ല. ഉണങ്ങി വരണ്ട മരുഭൂ പ്രദേശം. രാവിലെ മുതൽ ജോലി തുടങ്ങും. രാവിലെ 4 മണിയാകാൻ നേരത്ത് ഈ ഈജിപ്ഷ്യൻ അറബി ഞങ്ങളുടെ ഡോറ് തല്ലി തുറന്നിട്ട് ഞങ്ങളെ അടിച്ചെഴുന്നേൽപ്പിക്കും. ജോലി ചെയ്യുക, വേലി കെട്ടുക, പൈപ്പ് മണ്ണിൽ കുഴിച്ചിടുക, ഷവലുകൾ കൊണ്ട് തോടുകൾ വെട്ടിയിട്ട് പൈപ്പ് കുഴിച്ചിടുക,
ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കുക, ഇങ്ങനത്തെയൊക്കെ ജോലിയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. രാവിലെ 4 മണിക്ക് വിളിച്ച് ഉണർത്തി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് തരും ഭക്ഷണം കഴിക്കാൻ. ആദ്യത്തെ 2-3 ദിവസം അവൻ കഴിച്ച അവശിഷ്ടങ്ങളായിട്ടുള്ള കുബൂസിന്റെ സൈഡുകൾ എനിക്ക് എന്റെ സുഹൃത്തിനും തന്നു. അതാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതും കുടിച്ച് പച്ചവെള്ളവും കുടിക്കണം. അവിടെ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട്. ആടുജീവിതം എന്ന നോവൽ വായിച്ചിട്ടുള്ളവർക്കോ ആ മൂവി കണ്ടിട്ടുള്ളവർക്കോ അറിയാം, ഒരു മരുഭൂമിന്റെ നടുവിലുള്ള ഒരു തോട്ടം. എന്റേത് തക്കാളിത്തോട്ടമാണ്. അവിടെ ഒന്നും കിളുത്തിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു തോട്ടമുണ്ട്, അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് കൃഷി ചെയ്യാനായിട്ട്. ഒരു ടാങ്കിൽ വെള്ളം ടൗണിൽ നിന്ന് വരുന്ന ഒഴിച്ചു വെച്ചിട്ടുണ്ട്. 1 മാസത്തോളം അത് കുടിക്കണം. പ്രിയമുള്ളവരെ, ചുരുക്കം ചില ആഴ്ചകൾ കൊണ്ട് ഈ 3 തോട്ടത്തിലും ബോർവെല്ലുകൾ സ്ഥാപിക്കപ്പെട്ടു, വെള്ളം എടുക്കപ്പെട്ടു, ടാങ്കുകൾ പണിയപ്പെട്ടു. ആ ടാങ്കിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് ഈ ആടുജീവിതം എന്ന പുസ്തകത്തിൽ വായിച്ചതുപോലെ അത്രയും നരകയാതനകളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും മിസ്രൈമ ഉടമകളാൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിലെ നമ്മൾ വായിക്കുന്നത് പോലെ ഊഴിയ വിചാരകന്മാർ കുനിഞ്ഞു നിന്ന് പണിയെടുക്കുന്ന നമ്മളുടെ നടുവ് നൂരാൻ സമ്മതിക്കാത്ത വിധം കഠിന ഹൃദയന്മാരായ മേൽവിചാരകന്മാരാൽ ഞങ്ങൾ ഊഴിയ വേല ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളാണ്, നിനക്കറിയാം, നിന്റെ വേല ഞാൻ 2 വർഷം ചെയ്തതാണ്. എന്നിട്ട് കർത്താവേ, എന്തിനാണ് എനിക്കിങ്ങനെ ഒരു പരീക്ഷണം? പുലർച്ചെ തുടങ്ങുന്ന ജോലി, അടിമപ്പണി അവസാനിക്കില്ല. വിശപ്പടക്കാൻ ഭക്ഷണം തരുന്നില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർ ഞങ്ങൾക്ക് തരുന്ന ഈ ഉണങ്ങിയ റൊട്ടി നിർത്തിയിട്ട് ഒരു ചെറിയ ബൗളിൽ ആട്ടമാവ് തരാൻ തുടങ്ങി. ഗോതമ്പ് പൊടി ഒരു ബൗളിനുള്ളിൽ തരും. ചെറിയ ഒരു ടിന്നില് വേവിച്ച കടലയും തരാൻ തുടങ്ങി. ഇതാണ് നിങ്ങളുടെ ഫുഡ്, ഇതാണ് നമ്മുടെ റേഷൻ. അത് ഈ മാവ് കൊണ്ട് റൊട്ടിയാക്കുവാൻ ഗ്യാസ് തരില്ല, എണ്ണ തരില്ല. അവിടെ ഒരു ചെറിയ അടുക്കളയുണ്ട്, അത് ഈജിപ്ഷ്യന്മാരുടേതാണ്. അവരത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടി തരും, ചെറിയൊരു ക്യാനില് വേവിച്ച കടലകൾ തരും. പ്രിയമുള്ളവരെ, ഇതുകൊണ്ട് എങ്ങനെ റൊട്ടി ഉണ്ടാക്കാനാണ്? അവൻ കാണിച്ചു തന്നു റൊട്ടി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്. കാലിയായ മണ്ണെണ്ണ ബാരൽ, നമ്മുടെ നാട്ടിലൊക്കെ റേഷൻ കടയിൽ മണ്ണെണ്ണ വരുന്ന ബാരൽ കണ്ടുള്ളവർക്ക് അറിയാം. വലിയൊരു ബാരൽ, അതിന്റെ മുകൾ വട്ടം കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ആ വലിയ ബാരലിനെ ചരിച്ചിട്ടിരിക്കുകയാണ്. അതിൽ ഈത്തപ്പനയുടെ ഓലയും കമ്പുകളും മടലുകളും ഇട്ട് കത്തിച്ചു കഴിയുമ്പോൾ ഈ തകരപാത്രം ചൂടാകും. ഈ മാവ് കൊണ്ട് വലിയൊരു റൊട്ടി ഞങ്ങൾ ഉണ്ടാക്കും. ഏകദേശം ഒരു ബാത്ത് ടവലിന്റെ വലുപ്പത്തിൽ, ഒരു ടർക്കി ടവലിന്റെ വലുപ്പത്തിലുള്ള ഒരു വലിയ റൊട്ടി ഈ തകരപാത്രത്തിന്റെ മുകളിലേക്ക് ഇടും. അത് ചൂടായി വരുമ്പോൾ 2 വശവും പൊള്ളി വരുമ്പോൾ ഒരു ഈത്തപ്പനയുടെ കമ്പ് കൊണ്ട് അതിനെ മറിച്ചിടും. തിരിച്ചു മറിച്ച് വിട്ട് വേവിച്ചിട്ട് അതിനെ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി പകുത്തെടുക്കും. അത് 2ആയിട്ട് പകുത്തെടുത്ത് അതിനെ ഓരോ പകുപ്പും 3 എണ്ണങ്ങളായിട്ട്, ഒന്ന് രാവിലെ കഴിക്കും പച്ചവെള്ളത്തിൽ മുക്കി, ഉച്ചയ്ക്ക് കഴിക്കും പച്ചവെള്ളത്തിൽ മുക്കി, വൈകുന്നേരം കഴിക്കും പച്ചവെള്ളത്തിൽ മുക്കി. പ്രിയമുള്ളവരെ, കടലയും കുറിക്കും. ഇതായിരുന്നു 1 വർഷത്തെ എൻ്റെ ആഹാരം. ദൈവത്തിന് സ്തോത്രം. ഈ ആഹാരം കഴിച്ചിരിക്കുമ്പോഴെല്ലാം ഞാൻ അറിഞ്ഞില്ല, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം എന്നെ ഒരു വലിയ പാഠശാലയിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വരുന്ന ജീവിതത്തെ ഫേസ് ചെയ്യുവാൻ, തുടർന്ന് വരുന്ന ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവം എന്നെ വാർത്തെടുക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇത്രയും കഷ്ടത നിറഞ്ഞ ജീവിതത്തിലും ഞാൻ സ്തോത്രം പറയുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും അടിമപ്പണി, രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയും കാണുന്നില്ല. ദിവസങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങൾക്കറിയില്ല എത്ര ദിവസമായി. ഇതിനോടൊപ്പം തന്നെ മറ്റു 3 തോട്ടങ്ങളിലും ബംഗ്ലാദേശികളായ ജോലിക്കാരെത്തി. ഞങ്ങൾ ഏകദേശം 20 ജോലിക്കാരുണ്ട്. ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുകയാണ് ഈ ഈജിപ്ഷ്യന്മാർ. ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾ അവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കി, തുള്ളി നനയുടെ സിസ്റ്റം ഉണ്ടാക്കി. ആ ഓരോ മണ്ണിലും ഞങ്ങൾ കുഴികൾ കുഴിച്ചു. അവിടെ കോഴി കാഷ്ടം, കോഴി കമ്പോസ്റ്റ്
പോൾട്രി കമ്പോസ്റ്റ് നമ്മൾ നിറച്ചു, വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ആ മരുഭൂമിയിലെ മണ്ണിനെ വളക്കൂറുള്ള മണ്ണാക്കി തീർത്തു. ആ ഓരോ വളക്കൂറുള്ള മണ്ണിലും ഞങ്ങൾ ഓരോ തക്കാളിയുടെ വിത്ത് പാകി. ഓരോ ദിവസം കഴിയും തോറും തക്കാളി വിത്ത് മുളച്ചു വരികയും അത് ചെടിയായി വളർന്നു വരികയും അത് പൂവിടുകയും കായ്ക്കുന്നതെല്ലാം ഞങ്ങളുടെ കണ്ണ് മുമ്പിൽ ഞങ്ങൾ കണ്ടു. ഏകദേശം 3 മാസം കൊണ്ട് ഈ 3 തോട്ടങ്ങൾ, ഏകദേശം 3 കിലോമീറ്റർ നീളം വരുന്ന ഈ തോട്ടങ്ങൾ മുഴുവൻ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു. അബുദാബിയിലെ നല്ല കാലാവസ്ഥ, മരുഭൂമിയിലെ തക്കാളി, തണ്ണിമത്തൻ, സവാള, ചീര എന്നിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൃഷി ചെയ്തു. ഞങ്ങളിലും പച്ചപ്പ് വളരാൻ തുടങ്ങി. കാരണം ഒരു പ്രതീക്ഷ, ഈ കൃഷിയെല്ലാം വിളവെടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമായിരിക്കും. ആദ്യത്തെ 3 മാസം കഴിഞ്ഞു വന്നിട്ട് ശമ്പളമൊന്നും കിട്ടിയിട്ടില്ല, മര്യാദയ്ക്ക് ആഹാരം പോലും കിട്ടിയിട്ടില്ല. അടിമപ്പണിയാണ്. രാവിലെ ജോലിക്കിറങ്ങിയാൽ വൈകുന്നേരം വരെ ജോലി, 12 മണി വരെ ജോലി. ഉറങ്ങുവാൻ കിട്ടുന്നത് 3-4 മണിക്കൂറുകൾ മാത്രം. ഇതിനിടയിൽ വലിയ ട്രെയിലറുകളിൽ യൂറിയ, വളം, അങ്ങനെയുള്ള സാധനങ്ങൾ വരും. അതെല്ലാം ഞങ്ങൾ ഇറക്കി വെക്കണം. നേരം വെളുക്കുമ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് ഓരോ ചെടിയുടെയും ചുവട് പോയി നോക്കി അതിന്റെ വെള്ളം വീഴുന്ന നോസിലുകൾ ക്ലിയർ ചെയ്ത് വെക്കണം. പ്രിയമുള്ളവരെ, മരുഭൂമിയില് വിഷമുള്ള, കടിച്ചാൽ തൽക്ഷണം മരിക്കുന്ന വലിയ വലിയ പാമ്പുകളുണ്ട്. അത് കടിച്ചാൽ നമ്മൾ തൽക്ഷണം മരിക്കും. ഞാൻ ആഴ്ചയിൽ ഒരു പാമ്പിനെങ്കിലും വെച്ച് ഞാൻ തല്ലിക്കൊന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഒരെണ്ണം പോലും എന്നെ കടിക്കാതെ എന്റെ കർത്താവിനെ കാത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ജീവിതം അവിടെ ഏകദേശം, ഞാൻ വളരെ വേഗം പറഞ്ഞു പോവുകയാണ്, ഞങ്ങളുടെ ജീവിതം 1 വർഷത്തോളം അവിടെയായി. ഞങ്ങൾക്ക് ഒരു പൈസ പോലും ശമ്പളമില്ല, ഞങ്ങൾക്ക് നല്ല ഭക്ഷണമില്ല. ഏതെങ്കിലും ഒരു മലയാളിയെ ഞങ്ങൾ കണ്ടിട്ട് വർഷങ്ങളോളമായി. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ കുറിച്ച് എന്താണ് അവസ്ഥ എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നാടുമായിട്ടൊരു ബന്ധമില്ല. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു പാത്രം ഗോതമ്പ് പൊടി മാത്രം കിട്ടും ജീവൻ നിലനിർത്തുവാനായിട്ട്. അതുകൊണ്ട് തകരപാത്രത്തിന്റെ മുകളിൽ ചുട്ടു തിന്നുന്ന ചപ്പാത്തിയുമാണ് ജീവൻ നിലനിർത്തുവാനുള്ള ഏക പോംവഴി. പക്ഷെ നന്നായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. തക്കാളികളൊക്കെ കൃഷിയായി കഴിഞ്ഞപ്പോഴേക്കും തക്കാളിയൊക്കെ പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു വലിയ ഗുണമുണ്ട്. പക്ഷെ അപ്പോഴേക്കും തക്കാളി വിളവെടുക്കാറായി. ഓരോ തക്കാളി ചുവട്ടിൽ നിന്നും 40-50 കിലോ തക്കാളി പറിക്കുന്നത്. കുനിഞ്ഞു നിന്ന് തക്കാളി പറിക്കുന്ന നമ്മളുടെ നടുവൊന്ന് നീർത്തി കഴിഞ്ഞാൽ, നൂറാൻ അനുവദിച്ചാൽ അപ്പോഴേ മുതുക തടി വീഴും. അതിന് സമ്മതിക്കത്തില്ല കഠിന ഹൃദയരായ നമ്മുടെ മിസ്രയീം ഫോർമാൻമാർ. ജോലിഭാരം കൂടുതൽ, വിശ്രമമില്ല, ജീവിതം അവിടെ തന്നെ തീരും എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. ഒരു തണലില്ല. ആകാശത്തോടി പ്ലെയിൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ, എന്ന് എനിക്ക് എൻ്റെ നാട് കാണാൻ പറ്റും? ഞാൻ എവിടെയാണെന്ന് എനിക്ക് തിരിച്ചറിവില്ല. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലം, മൊബൈൽ ഫോണൊക്കെ കടന്നു വന്ന സമയമാണ് 98. പക്ഷെ സാധാരണക്കാരായ എന്നെ പോലുള്ള ആൾക്കാർക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലം. ഞാൻ താമസിക്കുന്നത് തന്നെ മരുഭൂമിയുടെ നടുക്കിൽ, ജോലി ചെയ്യുന്നത് മരുഭൂമിയുടെ പോലെയുള്ള ബംഗ്ലാദേശികളുടെ അങ്ങനെ അടുത്ത ഞങ്ങളെ കാണാനായിട്ട് വന്നപ്പോൾ ഈജിപ്ഷ്യൻ ഫോർമാൻമാർ അത് അനുവദിച്ചില്ല. അവർ അത്രയും ഞങ്ങൾ ജോലിയിൽ ഉഴപ്പുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മലയാളിയെ അവർ പറഞ്ഞു വിട്ടു. ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല. അതേ തുടർന്ന് 1ഉം 2ഉം പറഞ്ഞ് ഈ ഈജിപ്ഷ്യൻ ഫോർമാനുമായിട്ട്, അതിൽ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, വളരെ ക്രൂരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഖമീസ് എന്നായിരുന്നു. ഖമീസ്, ഒരൊറ്റ കണ്ണുള്ള ഒരു ക്രൂരനായ ഈജിപ്ഷ്യൻ ഫോർമാൻ. വേറെ 2 പേരുണ്ടായിരുന്ന ഏകദേശം അത്രയും ക്രൂരത, ഉപദ്രവിക്കത്തൊന്നുമില്ലായിരുന്നു, എങ്കിലും ജോലി ചെയ്യിപ്പിക്കുന്നതിൽ കഠിന ഹൃദയരായിരുന്നു. എന്നാൽ ഈ ഖമീസ് എന്നുള്ള വ്യക്തി നമ്മളെ ഉപദ്രവിച്ച് തുടങ്ങി. ആ മലയാളി എന്തിനാ നമ്മൾക്ക് അവനെ കാണാൻ സമ്മതിക്കത്തില്ല അത് എന്ന് ചോദിച്ചപ്പോൾ അവൻ ഞങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, അതേ തുടർന്ന് ഞങ്ങൾ പ്രതികരിക്കുവാൻ തുടങ്ങി. കാരണം കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ ഒരു പ്രതികരണവും ഇല്ലാതെ അടിമ വേല ചെയ്യുകയാണ്.
നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ആഹാരമില്ല, ആവശ്യത്തിന് നടക്കാനുള്ള ആഹാരമില്ല. പ്രിയമുള്ളവർ, നിങ്ങൾക്കറിയാം, 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്കൊക്കെ മക്കളുള്ളവരായിരിക്കും. എന്റെ മകൻ ഇപ്പൊ 18 വയസ്സായി, 19 വയസ്സിലേക്ക് കടന്നത്. എനിക്കറിയാം അവന്റെ വിശപ്പ്. ആ യൗവനത്തിൽ അവന്റെ വിശപ്പ് ചിലപ്പോൾ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പ് കാണും. അവിടെ എനിക്ക് കിട്ടിയിരുന്നത് അല്പ ആഹാരം മാത്രമാണ്. ജോലിയിൽ വിശ്രമമില്ല, ഉപദ്രവം, ശമ്പളമില്ല, നാടുമായിട്ട് ഒരു ബന്ധവും പുലർത്തുവാനായിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഈ ഈജിപ്ഷ്യന്മാരും ഞങ്ങളുമായിട്ട് വഴക്കാകുകയും ഞങ്ങൾ കയ്യിലിരുന്ന ഷവൽ കൊണ്ട് ഈജിപ്ഷ്യന്റെ കണ്ണിൽ മണ്ണ് കോരിയിട്ടിട്ട് ഒരു ഷവലിന് ഒരു അടി കൊടുത്തു. ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയും ഇനി എന്ത് ചെയ്യണമെന്ന് ഒന്നുകിൽ ഈ മരുഭൂമിയിൽ കിടന്ന് മരിച്ചു പോകും. മരിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല, കാരണം ഇവിടെ ഏതെങ്കിലും മരുഭൂമിയിൽ നമ്മളെ കുറിച്ചുകൊണ്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ, വീസയുണ്ടോ, ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. പലപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബംഗാളികള്, ബംഗ്ലാദേശികള് വിശപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഈജിപ്ഷ്യന്റെ അടുക്കളയിൽ കയറി ആഹാരം കഴിച്ചിട്ടുണ്ട്. അന്ന് പലപ്പോഴും ഞങ്ങളുള്ളതാണ് ഈ ബംഗാളിയെ ഈ അറബികൾ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഇവരുടെ അത്ര കഠിനമായ ഉപദ്രവം ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ട് തയ്യാറായില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പാഹാരം കൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ നിലനിർത്തിയിരുന്നു. പക്ഷെ അന്നും എന്റെ കാതിൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടായിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ. പ്രിയമുള്ളവരെ, അതായിരുന്നു എന്നെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു ദൈവിക വചനം. ദൈവശബ്ദം ഞാൻ കേൾക്കുന്നത് അങ്ങനെയാണ്, മകനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ കൂടെയുണ്ട്. നീതിയുള്ള ദൈവമല്ല. ഹലോ, സൗണ്ട് ക്ലിയർ അല്ലേ? നെറ്റിന്റെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയ ചെറിയ ഇത് വരുന്നുണ്ട്. എന്നാലും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊരു കട്ടാവുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒരു സെക്കൻഡ് സിസ്റ്റർ, ഞാൻ നോക്കിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ. ഹലോ, കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. സ്തോത്രം. Praise the Lord Jesus. Amen. Amen. Praise the Lord. Hello, praise the Lord. ഹലോ. ഓക്കെ ബ്രദറെ, കണ്ടിന്യൂ ചെയ്തു. മ്യൂട്ട് ആയി പോയെ, അൺമ്യൂട്ട് ചെയ്യണം. ഹലോ. ഹലോ. സിസ്റ്റർ ഒരു സെക്കൻഡ്, ഞാൻ ഒരു സെക്കൻഡ്. സിസ്റ്റർ കേൾക്കാം അല്ലേ? കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ആ ഈജിപ്ഷ്യന്മാരെ പ്രതികരിച്ചു, ഈജിപ്ഷ്യന്മാരോട്. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം പറഞ്ഞോ. ഓക്കെ മ്യൂട്ടായി. ഓക്കെ സിസ്റ്റർ, ഇപ്പൊ ശരിയായി. ഓക്കെ. ഇതിനകത്ത് വലിയ അറിവില്ല ഈ ഇതിൽ, അതുകൊണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ സിസ്റ്ററെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ ഈജിപ്ഷ്യന്മാരോട് പ്രതികരിച്ചു തുടങ്ങി. അവരപ്പോൾ ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രി നമ്മുടെ അറബി വരും, നിങ്ങളെ ഞങ്ങൾ ഇന്ന് മണ്ണിൽ താഴ്ത്തും വെച്ചാൽ ഞങ്ങളെ കൊന്നു കുഴിച്ചു മൂടും. പക്ഷെ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്നു. അന്ന് രാത്രി ഞങ്ങളുടെ അറബി വന്നില്ല. ഏകദേശം രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെയുള്ള പയ്യൻ, അവനും ഒരു വിശ്വാസ കുടുംബത്തിൽ നിന്ന്
ജനിച്ചു വളർന്നു വന്ന ഒരു പയ്യനാണ്. അപ്പൊ അവൻ്റെ ഒക്കെ പറഞ്ഞടാ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, കാരണം ഇനി നമ്മളെ ഒന്നെങ്കിൽ ഈ അറബി കൊന്നുകളയും, നമുക്ക് ഇതുവരെയായിട്ടും നമ്മുടെ വീടുമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഞങ്ങൾ ഈ സ്ഥിരം രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ ഈ ചൂടുള്ള സമയങ്ങളിൽ ഞങ്ങളുടെ ഈ ഷെഡിന്റെ മുകളിൽ കയറി ഞങ്ങൾ കിടക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ദൂരെയായിട്ട് നോക്കുമ്പോൾ അങ്ങ് അകലെ മേഘങ്ങളിൽ ഒരു പ്രകാശം കാണാം. അവിടെ അന്നോട്ട് ഞങ്ങളുടെ ഒരു ചിന്ത അവിടെ ഒരു ടൗൺഷിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അതായിരിക്കും ഈ വെളിച്ചം വരുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു ആദ്യം തൊട്ട് തന്നെ. പക്ഷെ അന്നത്തെ ദിവസം ഈ അറബിയുമായിട്ട് മുസ്ലിമുമായിട്ട് വഴക്കിട്ട ദിവസം രാത്രി പ്രിയമുള്ളവരെ ഒരു 10 മണിയായപ്പോ ഞങ്ങള് 10 മണിയല്ല അതിലും കഴിഞ്ഞു, ഏകദേശം അർദ്ധരാത്രിയോടടുത്തെന്ന് തോന്നുന്നു. സമയത്തിന്റെ ഒന്നും അന്ന് അറിയാൻ പറ്റത്തില്ല, കാരണം ഒരു ഡേറ്റോ സമയമോ ഒന്നും അറിയാൻ പറ്റാത്ത ഒരു ജീവിതമാണ്. മുടിയൊന്നും വെട്ടിയിട്ടില്ല, ആകെ മുടി വളർന്ന ഷേവ് ചെയ്യാത്ത ഒരു പ്രാകൃത രൂപമാണ് ഞങ്ങൾക്കുള്ളത്, വലിഞ്ഞുണങ്ങിയ രൂപം. ഏതാണ്ട് ഒരു സൊമാലിയയിലുള്ള പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരെ പോലെ രൂപമാണ് അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു കാര്യം ഇവിടുന്ന് രക്ഷപ്പെടാം, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തിരിച്ചു കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ദൂരെ കാണുന്ന ഒരു പ്രകാശം ലക്ഷ്യമാക്കി ഞങ്ങള് ആ ഫാമിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു കാര്യം ചെയ്തു. ഞങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികളായ 4 പിള്ളേർ ഞങ്ങളുടെ റൂമിലുണ്ട്. ഞങ്ങൾ 6 പേരാണ് ഇതാ റൂമിൽ. അതോടൊപ്പം തന്നെ അടുത്ത റൂമില് ഈജിപ്ഷ്യന്മാരായ 3 പേരുണ്ട്, ഞങ്ങളുടെ മിസ്രീം ഫോർമാൻമാര്. ഇത്രയും പേരെ ഞങ്ങൾ പുറത്തു നിന്ന് വാതിൽ പൂട്ടി ലോക്ക് ചെയ്തിട്ട് ഇപ്പോലും വലിച്ച് ദൂരെ എറിഞ്ഞിട്ടാണ്. കാരണം ഇവന്മാര് വന്ന് ഞങ്ങൾ ഇനി പിടിച്ചോണ്ട് പോകരുത്, രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കരുത്. അപ്പൊ ഞങ്ങളുടെ ഈ ഫാമിലേക്ക് വരുന്ന വണ്ടികൾ വരുന്ന ഒരു വഴി പലപ്പോഴും കാണാറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളമൊക്കെ നനച്ചുണ്ടാക്കി ഒരു റോഡല്ല, നമ്മൾ കച്ചാ റോഡെന്ന് അവിടെയൊക്കെ പറയാം. അതിങ്ങനെ ഈ വെള്ളം ഒഴിച്ചൊഴിച്ച് പോയിട്ട് വണ്ടികൾ ട്രക്കുകൾ അതുവഴി വന്നിട്ട് ഉറച്ചു പോയ ഒരു റോഡ്, ഒരു ഓഫ് റോഡ്. ആ എന്തില് ഞങ്ങള് അതിലെ വണ്ടി വരുന്നത് കാണാം പലപ്പോഴും. പക്ഷെ ഞങ്ങൾ അതുവഴിയല്ല ഞങ്ങൾ ഓടുന്നത്, കാരണം അതുവഴി ആരെങ്കിലും വന്ന് ഞങ്ങളെ കണ്ട് പിടിച്ചോണ്ട് പോയാലോ എന്ന് പേടിച്ചിട്ട് അതിന് സമാന്തരമായിട്ട് ഈ മണൽ കൂനകൾക്ക് മുകളിലൂടെയാണ് ഞങ്ങൾ ഓടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കാറ്റ് വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഈ വലിയ മണൽ കൂന അപ്പുറത്താകും, നമുക്ക് ലക്ഷ്യം തെറ്റിപ്പോകും ഈ മരുഭൂമിയിലൂടെ ഓടുമ്പോൾ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, വിഷമുള്ള പാമ്പുകൾ ഈ മണ്ണിൽ, ചെറിയ പാമ്പാണ്, വാലിലൊരു മുള്ളു പോലത്തെ സംഭവമുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ രക്ഷപ്പെടുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷൂസ് ഒക്കെ എടുത്തിട്ടു. എന്നിട്ട് കുറച്ച് ദൂരം ആ ഷൂസ് ഇട്ടൊക്കെ ഓടിക്കഴിഞ്ഞാൽ മണലെല്ലാം കൂടി കയറി കാലൊക്കെ പൊട്ടാൻ തുടങ്ങി. പിന്നെ ഷൂസും വലിച്ച് ദൂരെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. പിന്നെ നമ്മള് അന്ന് അവിടുന്ന് നാട്ടിലെ നിന്ന് കയറി പോകുമ്പോ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പൈസ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 215 ദിർഹം വെച്ച് 2 പേരുടെ കയ്യിലുണ്ട്. ആ പൈസ ഞങ്ങള് ഈജിപ്ഷ്യന്മാര് ഞങ്ങളുടെ എല്ലാം അപഹരിച്ചായിരുന്നു. അവിടെ ചിലപ്പോൾ ഞങ്ങളുടെ പെട്ടി, ബാഗ്, അതുപോലെ തന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല നല്ല ഡ്രസ്സുകൾ, പാന്റും ഷർട്ടും എല്ലാം അവരെടുത്തു. ഇവർ ഓരോരുത്തരുടെ ബംഗാളികളുടെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും എന്റെ കൂട്ടുകാരനും കൂടി ഞങ്ങളുടെ പൈസ മാത്രം ഇവന്മാർക്ക് കൊടുക്കാതെ മാറ്റിവെച്ചു. ആ പൈസ ഞങ്ങൾ വെച്ചിരുന്നത്, ഞങ്ങൾ കിടന്നിരുന്ന കട്ടിലിന്റെ അടിയിൽ ഒരു കാർപ്പറ്റ്, കാർപ്പറ്റിന്റെ അടിയിൽ മടക്കി ഒരു പേപ്പറിന്റെ അകത്ത് പൊതിഞ്ഞ് കട്ടിൽ അതിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇവൻ എല്ലായിടത്തും തപ്പും, നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ബെഡിന്റെ മാട്രസിന്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എല്ലാവരുടെയും പൈസ ഇവരെടുത്തോണ്ട് പോയി. അപ്പൊ ഞങ്ങളുടെ പൈസ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നത് കൊണ്ട് ഒരിക്കലും ഇവർ എടുക്കാൻ പറ്റിയില്ല. ആ 2 പേരുടെ കയ്യിലുള്ള 215 ദിർഹം വെച്ച് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ പൈസയും കൊണ്ട് ഞങ്ങൾ അങ്ങ് അകലെ കാണുന്ന ഒരു വിളക്ക് ലക്ഷ്യമാക്കി മരുഭൂമിയിലൂടെ ഓടുകയാണ്. പ്രിയമുള്ളവരെ, ആ രാത്രി ഞങ്ങൾ ഓടി പാമ്പുകളും തേളുകളും ഉള്ള ഈ മരുഭൂമിയിൽ. അത് തേളുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ മുള്ളുകളുള്ള വാലുള്ള പാമ്പുകളുള്ള ഈ മരുഭൂമി. അതിനെ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ. കുത്തിക്കഴിഞ്ഞാൽ ചത്തുപോകുമെന്ന് എനിക്കറിയാം, കാരണം ഈ ഈജിപ്ഷ്യന്മാർക്ക് വരെ അതിനെ ഭയങ്കര പേടിയാണ്, കാണുമ്പോൾ തന്നെ തല്ലിക്കൊല്ലും. അതിലുള്ള ആ ഒരു മരുഭൂമിയിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ ജീവൻ കയ്യിലെടുത്ത് ഞങ്ങൾ ഓടുകയായിരുന്നു. അങ്ങ് അകലെ കാണുന്ന ഒരു വെളിച്ചമുണ്ട്, അവിടെ എത്തണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ളത്. വളരെ വേഗത്തിൽ ഓടി. എത്രയോ നേരം ഓടിയെന്ന് എനിക്കറിയില്ല. രാത്രി മുഴുവൻ ഓടി. നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ച്
ചൂട് തുടങ്ങാറായപ്പോഴേക്കും ഞങ്ങൾ ഒരു റോഡ് കണ്ടു. ആ റോഡിന്റെ സമീപത്തെത്തി. അത് ഒരു ട്രക്ക് റോഡാണ്. വളരെ വേഗത്തിൽ ട്രക്കുകൾ റോഡ്. ആ റോഡിന്റെ സമീപത്തെത്തിയപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും തളർന്നു വീണിരുന്നു. ഒരടി മുന്നോട്ട് ഇനി പോകാനായിട്ട് കുഴിച്ചു തുടങ്ങിയിരിക്കുന്നു. പിന്നെ കുറെ നാളായിട്ട്, ഒരു വർഷത്തോളമായിട്ട് ഈ മരുഭൂമിയിൽ കിടന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് ഈ വെയിലിനെ അതിജീവിക്കുവാനായിട്ട് അത്രയൊക്കെ ശക്തി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു വർഷം കൊണ്ട് നമ്മുടെ ശരീരം അതെല്ലാം നേടിയെടുത്തു. വരുന്ന വലിയ വലിയ ട്രക്കുകൾക്ക് കൈ കാണിച്ചിട്ട് ഒന്നും നിർത്തുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബ്രൗൺ കളറിലെ ഒരു പിക്കപ്പ്, ഒരു ഒട്ടകത്തിന് പുല്ല് കൊണ്ടുവന്നൊരു വണ്ടി വന്ന് ഞങ്ങളുടെ അടുത്ത് നിർത്തി. ഡ്രൈവർ പിന്നിൽ കയറിക്കോളാൻ പറഞ്ഞു. ഒട്ടകത്തിന്റെ പുല്ലിടുന്ന സ്ഥലത്ത് കയറിക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് വളരെ ശക്തിയായിട്ടുള്ള മണൽ കാറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ കണ്ണിലൊക്കെ ഇങ്ങനെ പുറക്കാത്ത രീതി മണൽ കാറ്റ് ശക്തിയായിട്ട് അടിച്ചോണ്ടിരിക്കുക. തലമുടി മുഴുവൻ മണല് പറ്റിപ്പിടിച്ച്, താടി രോമങ്ങളിൽ മുഴുവൻ മണല് പറ്റിപ്പിടിച്ച്, ഡ്രസ്സിലെല്ലാം അഴുക്കായിട്ട് ആ മനുഷ്യൻ എന്തോ ഒരു അലിവ് ആ ഡ്രൈവർക്ക് ഞങ്ങളോട് പറഞ്ഞു അകത്തോട്ട് കയറാൻ പറഞ്ഞു. അകത്തോട്ട് കയറുമ്പോഴും ഞങ്ങൾക്കറിയില്ല ഇയാൾ മലയാളിയാണ്. വണ്ടി കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം മലയാളത്തിൽ പാട്ട് പാടാൻ തുടങ്ങി. അത്ര നേരം അദ്ദേഹം നമ്മളോട് സംസാരിച്ച അറബിലാണ്. ആ സമയം ഞങ്ങൾക്ക് അറബിയൊക്കെ നന്നായിട്ട് പഠിച്ചു. ഏകദേശം ഒരു വർഷമായതുകൊണ്ട്, ഈ മിസ്രൈമിന്റെ കൂടെ കഴിഞ്ഞത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറബിയിൽ വഴക്കിടാനും തല്ലുകൂടാനും പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു മല കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങള് ശേഷം ഒരു മലയാളിയെ കാണണം. ഞങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഞങ്ങൾക്ക് മസ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടത്തിൽ വന്ന് പെട്ടുപോയതാണ്, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഞങ്ങൾക്ക് അബുദാബിയിൽ ഒരു അങ്കിളുണ്ട്, ഞങ്ങളെ കൊണ്ടുവന്ന ആ അങ്കിളിന്റെ ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു കയറി പോകണം. അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിപ്പോ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അലൈൻ എന്ന് പറയും. അലൈൻ എന്ന് പറഞ്ഞാൽ അബുദാബിയിൽ നിന്ന് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ മാറിയുള്ള ഒരു പട്ടണമാണ്. നല്ലൊരു പട്ടണമാണ്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അലയിൽ നിന്ന് അബുദാബിക്ക് ബസ് കിട്ടും, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പ്രിയമുള്ളവരെ അബുദാബി അലയിൽ വന്ന് ഇറക്കി. അലയിൽ വന്ന് ഇറക്കിയപ്പോൾ നമ്മൾ ആദ്യം അലൈൻ ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് കഫറ്റേരിയ എന്ന് പറഞ്ഞ ബോർഡാണ്. മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കഫറ്റേരിയ എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മുടെ ആ സമയത്താണ് ആഹാരത്തോടുള്ള കൊതി തോന്നി തുടങ്ങിയത്. ഇത്രയും നാളും തകരപ്പാട്ടയുടെ മുകളിലിട്ട് തിന്നിരുന്ന റൊട്ടി തിന്നാ കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഞാൻ ആ കടയിൽ കയറി, ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി കയറിയിട്ട് ഞങ്ങള് പൊറോട്ടയും കീമ മസാലയും, അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ സാധനം, വളരെ ആർത്തിയോടെ കഴിക്കുക. ഞങ്ങൾ അത്രയും രുചിയായിട്ടുള്ളൊരു ഫുഡ്. ഞാൻ ഓർക്കുന്നത് ലോകത്തിലെ ഏറ്റവും രുചിയായിട്ടുള്ള ഫുഡ് ഇതായിരിക്കുമെന്ന്. ഇപ്പൊ ആരും പൊറോട്ട കഴിക്കാത്ത സമയം അല്ലെ? എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ചിരി വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ചിന്തിക്കുക, ലോകത്തിലേക്ക് ഏറ്റവും നല്ല ഫുഡ് പൊറോട്ടയും കീമ. കാരണം എനിക്ക് അത്രയ്ക്കും എന്റെ നാവിനത് ഭയങ്കര സ്വാദിഷ്ടമായിട്ട് തോന്നി. പ്രിയമുള്ളവർ, ഞങ്ങളുടെ ഈ തീറ്റ കണ്ട ഇതിന്റെ ഉടമസ്ഥൻ ഒരു മലയാളിയാണ്. അദ്ദേഹം മലപ്പുറം ആ ഭാഗത്ത് എവിടുന്ന ഒരു മലബാറുകാരനാണ് അദ്ദേഹം ഒരു അറബി കുപ്പായമൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ എന്താ മക്കളെ ഇങ്ങനെ കഴിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഇത് കണക്ക് ഫാമിലായിരുന്നു, ഫുഡൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ എവിടുന്നോ ചാടി വന്നാണെന്ന്. അപ്പം ഇതിങ്ങനെ അലഞ്ഞു തിരിയണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ CID പോലീസ് പിടിക്കും, നിങ്ങളെ പിന്നെയും കൊണ്ട് അവിടെ തന്നെ വിടും. അപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടിയൊക്കെ വിട്ടു. മുടിയൊക്കെ അങ്ങ് നീണ്ടു, ഷേവ് ചെയ്തിട്ടില്ല, വൃത്തികെട്ട രൂപം, ബുഷിഞ്ഞ ഡ്രസ്സ്. അപ്പൊ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടി. ഈ ആഹാരം കഴിച്ചതിന്റെ പൈസ ആ മനുഷ്യൻ ഞങ്ങളോട് വാങ്ങിയില്ല. ദൈവം അയാളെ അനുഗ്രഹിക്കട്ടെ. എവിടെയെങ്കിലും ഒക്കെ എനിക്കറിയില്ല അന്നത്തെ തിരക്കിനിടയ്ക്ക് ആ മനുഷ്യന്റെ പേര് ചോദിക്കാനൊന്നും. എന്നാലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പഴയ അലൈൻ ബസ് സ്റ്റാൻഡില് കഫറ്റേരിയ നടത്തിയിരുന്ന ഒരു വ്യക്തി. എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പേര്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, നന്മകളാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് അടുത്ത ഒരു ബാർബർ ഷോപ്പിൽ കയറി മുടി വെട്ടി ഷേവ് ചെയ്തു. അടുത്തുള്ള ഒരു കടയിൽ നിന്ന് 3 ദിർഹം കൊടുത്ത് ഒരു ഷർട്ട് വാങ്ങിച്ചു, 5 ദിർഹം കൊടുത്തൊരു പാന്റ് വാങ്ങിച്ചു, 1 രൂപ 2 രൂപ കൊടുത്തൊരു വള്ളിച്ചെരുപ്പ് മേടിച്ചു. അത് കാലിലിട്ടു. ഞങ്ങളുടെ ലക്ഷ്യം അബുദാബിയിൽ പോകണം, ഡോക്ടറിനെ കാണണം, നാട്ടിൽ കയറി പോകണം. ഇത്രയേ ഉള്ളൂ. 1 വർഷം ജോലി ചെയ്തിട്ടുണ്ട്, പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കണം. ഞങ്ങള് അലൈൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്രം ഇട്ടിട്ട് തിരിച്ചു പോകുന്ന പ്രസന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി വണ്ടി, അവർ ഖലി ടൈംസ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. തിരിച്ചു പോകുമ്പം ആ മനുഷ്യൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അയാളുടെ ഒരു
ചെറിയ വരുമാനമുണ്ട്. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും അബുദാബി നടന്നു. വണ്ടി തിരിച്ചു വഴി എനിക്കറിയാം ഈ സിറ്റി ക്ലിനിക്ക് എവിടെയാണെന്ന് എനിക്കറിയാം, ഞാൻ കൊണ്ടിറക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ സിറ്റി ക്ലിനിക്കിൽ വന്നു. ഞങ്ങൾ ഡോക്ടറിനോടും ആന്റിയോടും ഒക്കെ ഞങ്ങൾ ഷെയർ അങ്കും ആന്റിയും ശ്രമിച്ചു ഞങ്ങളെ എങ്ങനെയെങ്കിലും മടക്കി. പക്ഷെ അറബിയായിട്ട് സംസാരിച്ചപ്പോൾ അറബി പറയുന്നത് നിങ്ങൾ വീണ്ടും ഫാമിലേക്ക് തിരിച്ചു പോകും. പക്ഷെ ഞങ്ങൾക്ക് പോകാനായിട്ട് മനസ്സില്ല. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങള് ഇന്ത്യൻ എംബസിയിൽ പോയി. ഞങ്ങൾ പരാതി കൊടുത്തു. അവർ പറഞ്ഞു, അവർ അറബിയെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു തിരിച്ചു പോകും, അവർ എന്നാൽ ശമ്പളം തരാമെന്ന. ഞങ്ങൾക്ക് അത് തിരിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു പോകും എന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് ഈ ഈജിപ്ഷ്യന്മാരുടെ അടുത്തോട്ട് തന്നെ ചെല്ലണം, അവന്മാർ പകയോടെ കാത്തിരിപ്പുണ്ട് എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് കാര്യം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയില്ല. ഞങ്ങൾ അബുദാബി പട്ടണത്തിൽ ഞങ്ങൾ ആരോടും പറയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങുകളുടെ മുകളിൽ കയറി രാത്രി ഉറങ്ങും. രാവിലെ പല സ്ഥലത്തും ജോലി അന്വേഷിച്ചു പോകും. ഈ ഫാർമസിയിൽ, വഹീദ ഫാർമസിയിൽ, അത് ബിജു എന്ന് പറഞ്ഞൊരു ഫാർമസിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡൊക്കെ മേടിച്ചു തരും. ഞങ്ങളുടെ കയ്യിലെ പൈസയും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ത്യൻ എംബസിയിൽ പോയി പരാതി കൊടുക്കുന്നു, ടാക്സി പിടിക്കുന്നു, ടൈപ്പ് റൈറ്റിംഗ് സെന്ററിൽ പോകുന്നു, പരാതികൾ ടൈപ്പ് ചെയ്യാനായിട്ട് ലേബർ ഇതിൽ പോകുന്നു, ലേബർ വകുപ്പിൽ പോകുന്നു. ഞങ്ങളുടെ പരാതി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 215 ദിർഹം തീർന്നു, മാത്രം ശേഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ അബുദാബി താമസിക്കുന്ന ജയചന്ദ്രൻ വിശ്വനാഥൻ കട്ട, ഞാൻ ജയനങ്ങൾ എന്ന് വിളിക്കും, അദ്ദേഹം എന്നെ ഒന്ന് കണ്ടു സംസാരിച്ചു. അദ്ദേഹം ഒത്തിരി പാവങ്ങളെ ഇതുപോലെ സഹായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗീത ജയചന്ദ്രൻ, അബുദാബിയിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അവര് കേരള സോഷ്യൽ സെന്ററിലേക്ക് വളരെ ആക്റ്റീവ് മെമ്പേഴ്സ് ഒക്കെയാണ്. ജയചന്ദ്രൻ, ഗീത ജയചന്ദ്രൻ. ജയചന്ദ്രൻ അങ്കിള് കൂട്ടാനായിരുന്നു. ഞങ്ങളുടെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൊണ്ട് പോയി. ഞങ്ങളുടെ കയ്യില് അവസാനമായിട്ട് ഒരു വെള്ളിയാഴ്ച കയ്യിൽ 5 ദിർഹം ശേഷിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇനി ഭക്ഷണത്തിന് പൈസയില്ല, നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, പോലീസിൽ പിടികൊടുക്കുക. പോലീസിൽ പിടികൊടുത്തു കഴിഞ്ഞാൽ പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്ത് നാട്ടിലയക്കും. നാട്ടിലയച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകാം. അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന അത്രയും കാലത്തോളം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഫുഡ് കിട്ടും. അപ്പോൾ അതെങ്കിലും പോകാം. അങ്ങനെ അവസാനത്തെ 5 ദിർഹം ഉപയോഗിച്ചുകൊണ്ട് ഒരു ചായക്കടയിൽ കയറി ഒരു മസാല ദോശയും ഒരു ചായയും കഴിക്കുക, ഞാനും എന്റെ സുഹൃത്തും കൂടി. അങ്ങനെ കഴിച്ചുകൊണ്ട് പുറത്തോട്ട് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു വ്യക്തി പാസ്പോർട്ട് റോഡിലൂടെ ഒരു വേദപുസ്തകം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് റോഡിന്റെ മറുകരയിൽ കൂടെ ഞാൻ എന്റെ വേദപുസ്തകം പിടിച്ചു പോകുന്നു. ഞാൻ വർക്ക് ചെയ്തു. സോറി, ക്ലിയർ ആവുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്നതാന്ന് തോന്നുന്നു. ഡെൻസി, വൈഫൈയിലാണ് സിസ്റ്റർ ഞാൻ എഡിറ്റ് ചെയ്തത്. വൈഫൈ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കുഴപ്പമില്ല, കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്ക് പോകുന്നതാ. കുഴപ്പമില്ല. ഓക്കെ സിസ്റ്റർ, ഓക്കെ. ഇടയ്ക്ക് പറയണേ, കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ പെട്ടെന്ന് ചുരുക്കാം. നമ്മള് 10 മിനിറ്റേ ഉള്ളല്ലോ നമ്മൾ. പ്രിയമുള്ളവരെ, ആ ബൈബിള് നോക്കി ഞാൻ വളരെ വേഗത്തില് ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നപ്പോഴേക്കും ഈ ജയചന്ദ്രൻ അങ്കിളിനെ വീണ്ടും കാണുകയാണ്. ജയചന്ദ്രൻ അങ്കിൾ പറഞ്ഞു, അങ്ങോട്ട് പോകുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കാതെ പോലീസ് പിടിക്കും. ഞങ്ങൾ പറഞ്ഞു, അങ്കിളെ ഒരാൾ ബൈബിൾ പിടിച്ചോണ്ട് പോകുന്നു, പ്രാർത്ഥനയ്ക്ക് പോവുകയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഭക്ഷണം കിട്ടുമല്ലോ. ഞങ്ങളുടെ അന്ന് മുന്നിലുള്ള ഏറ്റവും വലിയ ആവശ്യം വിശപ്പായിരുന്നു, അത് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. ജനങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ജനങ്ങളുടെ കാറിൽ കയറ്റി ജനങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഉച്ചഭക്ഷണം തന്നു. വൈകുന്നേരമായപ്പോൾ ജനങ്ങൾ എന്നെ ഈ പ്രെയർ ഗ്രൂപ്പിൽ കൊണ്ടുപോയി. വൈകുന്നേരം ഉള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അബുദാബി മർത്തോമ പള്ളിയുടെ ഉള്ള ഒരു PK കോശി എന്ന് പറഞ്ഞ ഒരു അങ്കിളുണ്ട്. ആ അങ്കിളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രെയർ ഗ്രൂപ്പാണ്. ആ പ്രെയർ ഗ്രൂപ്പ് അന്ന് അബുദാബിയിലെ കോർണിഷ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു അന്ന്. ഞാൻ പ്രേയറിൽ ചെന്നപ്പോൾ കോശി അങ്കിൾ പറഞ്ഞു, ഇന്ന് പുതുതായിട്ട് ഇവിടെ വന്നവർ, അവരെ പരിചയപ്പെടുത്താം, അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയില്ല, ഞാൻ ഒരു തക്കാളിത്തോട്ടത്തിൽ നിന്ന് ഓടി വരികയാണ്, എന്റെ പേര് ഷിബു എന്നാണ്, ഇതാണ് എന്റെ ജീവിതാനുഭവം, പറഞ്ഞാൽ ഒത്തിരി ഉണ്ടെന്നു. അങ്കിൾ പറഞ്ഞു, നിന്റെ ജീവിതാനുഭവം പറഞ്ഞോളൂ, ഞങ്ങൾ കേട്ടിരിക്കാം. പ്രിയമുള്ള ഒരു ഹാൾ നിറയെ ആൾക്കാരിരിക്കുകയാണ് അബുദാബി.
അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഞാൻ ഇന്ന് പറയുന്ന പോലെ, നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പോലെ ഞാൻ എന്റെ സാക്ഷ്യം പറയുകയാണ്. അന്ന് എനിക്ക് കുറച്ചുകൂടി അത് അവർക്ക് കണ്ടാൽ വിശ്വസിക്കാമായിരുന്നു. കാരണം ഇന്ന് പിന്നീട് സംഭവിച്ച രീതിയൊക്കെ പിന്നീട് വന്നതാണ്. അന്ന് ഞാൻ മെലിഞ്ഞുണങ്ങിയ ഒരു ദേഹത്ത് അറബിക് ഉപദ്രവത്തിന്റെ പാടുകൾ, അങ്ങനെ നിന്നുകൊണ്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട കഥ അവരോട് പറഞ്ഞു. ആന്റിമാർക്ക് അന്ന് സങ്കടം വരുന്നു, കരയുന്നു. ഈ പ്രയർ കഴിഞ്ഞ ഉടനെ തന്നെ 2 വ്യക്തികൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരാളുടെ പേര് കുര്യനൈബ്, മറ്റൊരാളുടെ പേര് സജി മാത്യൂസ്. അവര് അബുദാബി യുവജന സഖ്യത്തിലെ ആൾക്കാരാണ്. അവരോട് വന്ന് പറഞ്ഞു, മോനെ നാളെ രാവിലെ പാസ്പോർട്ട് റോഡിൽ വെച്ച് കാണണം. പിറ്റേ ദിവസം രാവിലെ അവർ വന്നു. പാസ്പോർട്ട് റോഡിൽ വെച്ച് ഞങ്ങൾ കണ്ടു. സജി മാത്യൂസ്, ഷിജു മാത്യു, കുര്യനൈബ് 3 പേര് വന്നു. ഞങ്ങളുടെ കയ്യിൽ 500 ദിർഹംസ് തന്നു. അവരാദ്യം ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ആഹാരമൊക്കെ മേടിച്ചു തന്നു. ഷിജു മാത്യുവിന്റെ റൂമിൽ വിശ്രമിക്കാനുള്ള അവസരമൊക്കെ തന്നു. അപ്പോഴേക്കും ജയചന്ദ്രൻ അങ്കിൾ എത്തി. ജയചന്ദ്രൻ അങ്കിൾ എന്നെയും എന്റെ കൂട്ടുകാരനെയും കൊണ്ട് ജയചന്ദ്രൻ അങ്കിളിന്റെ വീട്ടിലേക്ക് പോയി. പ്രിയമുള്ളവരെ, അബുദാബിയിലുള്ള ജയചന്ദ്രൻ അങ്കിൾ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തി, എന്റെ ജീവിതത്തിന് വഴിത്തിരിവായിരുന്ന വ്യക്തി, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി. ഗീത ആന്റി ഒരു മൂത്ത ചേച്ചിയെ പോലെ ഞങ്ങളെ കരുതിയ ഒരു ചേച്ചി. നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ വ്യക്തികളുടെ പേരെടുത്ത് പറയുന്നത്, ഇവരെല്ലാം എന്റെ ജീവിതയാത്രയിൽ എനിക്ക് സഹായമായിരുന്നു, ദൈവം എനിക്ക് ഒരുക്കിയിരുന്ന വ്യക്തികളാണ്. ഗീത ആന്റി, ജയചന്ദ്രനങ്ങളും എന്നെ ഏകദേശം 1.5 വർഷത്തോളം അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. ഇതിനിടയ്ക്ക് എന്റെ കൂട്ടുകാരൻ, എന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹം മറ്റൊരു പാസ്പോർട്ട് തരപ്പെടുത്തി അദ്ദേഹം നാട്ടിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ എന്നും കോശി ബ്രദറിന്റെ പ്രയർ ഗ്രൂപ്പിൽ പോകും, പ്രയറിന് പോകും. അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ ഓരോന്നും നടന്നുകൊണ്ടിരുന്നു. ഞാൻ അവിടെ പ്രയറിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സുനിൽ മാത്യു എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കമ്പനി ഇഞ്ച് കേപ്പ് ഷിപ്പിംഗ് കമ്പനി, ആ കമ്പനിയിൽ 10 ദിവസത്തേക്ക് ഒരു ടീ ബോയുടെ വേക്കൻസി ഉണ്ട്, ചായ ഉണ്ടാക്കി കൊടുക്കണം. അതിലേക്ക് എന്നെ ടെമ്പററി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവം എന്നോട് കൂടെയിരുന്നു, കർത്താവിന്റെ കൃപ എന്നോട് കൂടെയിരുന്നു. ഞാൻ ആ കമ്പനിയിൽ, ഗ്രേ മെക്കൻസി എന്നുള്ള ആ കമ്പനിയിൽ 16 വർഷം ജോലി ചെയ്യുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ആദ്യം ടീ ബോയ് ആയിട്ട് കയറി. അതിനുശേഷം 2003 പൊതുമാപ്പ് വന്നപ്പോൾ നാട്ടിൽ കടന്നുപോയി പാസ്പോർട്ടും എല്ലാം തയ്യാറാക്കി രണ്ടാമത് വന്നിട്ട് വേക്കൻസിയുടെ മീനായിലുള്ള വെയർ ഹൗസിൽ ലോഡിംഗ് അൺലോഡിംഗ് ജോലിക്ക് കയറി. പടിപടിയായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഓരോ വർഷവും പ്രമോഷൻ തന്നു. 2012 ദൈവം എന്റെ കൂടെ ഇരുന്നു. എനിക്ക് കമ്പനി ഫാമിലി സ്റ്റാറ്റസ് തന്നു. എന്റെ ഭാര്യ ഡെൻസി, എന്റെ മകൻ ജോസഫ്, എന്റെ മകൾ നയോമി, രണ്ടാമത്തെ നയോമി, എന്റെ 2 മക്കളെയും എന്റെ ഭാര്യയെയും കൂടി ഞാൻ സന്തുഷ്ടമായിട്ട് ഫാമിലി സ്റ്റാറ്റസോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ തുടങ്ങി. എനിക്ക് 3ാമതൊരു കുഞ്ഞും ഷാർജയിൽ താമസിക്കുമ്പോൾ ഉണ്ടായി. നിസ്സി എന്നാണ് പേര്. പ്രിയമുള്ളവരെ, ദൈവം എന്റെ കൂടെ ഇരുന്നു. ഞാൻ ഒന്നുമല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തത് കേവലം 2 വർഷം മാത്രമാണ്. എന്നാൽ കർത്താവിന്റെ കൃപ എന്നോടിരുന്നു. ദൈവം, ഞാൻ പറഞ്ഞല്ലോ പ്രിയമുള്ളവർ, ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളെ കയ്യിലെടുക്കുന്ന ദൈവമാണ്. മരുഭൂമിയിൽ പട്ടുപോകേണ്ട ജീവിതം മനോഹരമാക്കി തീർത്ത ദൈവമാണ് എന്റെ കർത്താവായ യേശു ക്രിസ്തു. ഇങ്ങനെ നിങ്ങൾ എന്നെ കണ്ടിട്ടാത്ത, എനിക്ക് ഒരു പരിചയമില്ലാത്ത നിങ്ങൾ മുമ്പിൽ വന്ന് ഇന്ന് ഏകദേശം 10-20 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പറയാനായിട്ട് എനിക്ക് ആവേശമാണ്. കാരണം എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച വഴികൾ, എന്റെ ദൈവം എനിക്കായി ഒരുക്കിയിരുന്ന വ്യക്തികൾ. ഞാൻ ഈ സമയത്ത് പറയട്ടെ, അബുദാബിയിൽ ഇന്നും താമസിക്കുന്ന തോമസ് മാത്യു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ച്. അദ്ദേഹം റാന്നി പുതുശ്ശേരി മല ആശാരിത്തുണ്ടിൽ നിന്ന കുടുംബത്തിലുള്ളതാണ്. അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജെയിംസ് വർക്കി എന്ന് പറഞ്ഞ വ്യക്തി അബുദാബി മർത്തോമപ്പള്ളിയിൽ ഉണ്ടായിരുന്നു, എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് നാട്ടിൽ സെറ്റിൽ ആയിട്ട് ഞാൻ നന്ദിയോടെ അവരെ ഓർക്കുന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്റെ ജീവിതകഥ മലയാള മനോരമ, മഴവിൽ മനോരമ ഇത് ഒരു ചെറിയ പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അത് ആടുജീവിതം വീണ്ടും എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹാർവസ്റ്റ് ടിവിയിൽ ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നമ്മുടെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മളെ താങ്ങും. പലപ്പോഴും എന്റെ സാക്ഷ്യങ്ങൾ
ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട്, ബ്രദറെ കടബാധിതയിലാണ്, ആത്മഹത്യയുടെ വക്കിലാണ്, ഞാൻ സംസാരിക്കും, എന്റെ സാക്ഷ്യം പറയും, ദൈവം എന്നെ അനുഗ്രഹിച്ച വിധങ്ങൾ പറയും, അതിൽ നിന്നെല്ലാം അവർ മടങ്ങി വരും, അനുഗ്രഹം പ്രാപിക്കും. പ്രിയമുള്ളവരെ, ആടുജീവിതം എന്നുള്ളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ കുറെ വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊരു കൈവാറ്റക്കാരൻ ശ്രീകുമാർ, ഇദ്ദേഹത്തിനെ സൗദിയിലേക്ക് കൊണ്ടുപോകുന്ന ആൾ, ഒരു ഇബ്രാഹിം ഖാദിരി, മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആൾ, അങ്ങനെ പല വ്യക്തികളെയും കാണുവാൻ സാധിക്കും. എന്റെ ജീവിതത്തിൽ ഒരു കരുവാറ്റക്കാരൻ ശ്രീകുമാർ ആയിരുന്നു ഡോക്ടർ അങ്കിളും ആന്റിയും. കാരണം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ എന്നെ രക്ഷപ്പെടുത്തുവാനായിട്ട് അവർ അബുദാബിയിലേക്ക് കൊണ്ടുവന്നു. എന്റെ ജീവിതത്തിൽ ഇബ്രാഹിം ഖാദിരി ആയിരുന്നു ജയചന്ദ്രൻ അങ്കിൾ. കാരണം മരുഭൂമിയിൽ പട്ടുപോകേണ്ട എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി. ഏറ്റവും എനിക്ക് നന്ദി പറയാനുള്ളത്, എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട്, എന്റെ കർത്താവിനെ ഞാൻ അറിഞ്ഞിരുന്നുകൊണ്ട് എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഇന്നും അനുഗ്രഹത്തോടെ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം കഴിയാൻ പോകുന്നു. 3 മിനിറ്റ് കൂടി തന്നിട്ടുള്ളൂ. എനിക്ക് തന്ന സമയത്തിൽ ബാക്കിയുള്ളൂ. ഞാനിപ്പോ പറയട്ടെ, നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. ഞാൻ ഈ വേദപുസ്തകം ഇതിലേക്ക് ഈ മെസ്സേജ് തരാനായിട്ട് വരുമ്പോൾ ഞാൻ എന്റെ വേദപുസ്തകം എടുത്തു വെച്ചപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് ജോസഫിന്റെ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിന്റെ അനുഭവമാണ്. അത് 37-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവര് ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി മിദ്യാനിയർക്ക്, കച്ചവടക്കാർക്ക് വിറ്റു. അടുത്തത് ഞാൻ കണ്ടത് മത്തായി സുവിശേഷത്തിൽ ഒരു ജോസഫ്, കർത്താവിനെ അനുസരിക്കുന്ന ഒരു ജോസഫ്. തന്റെ ഭാര്യ മൂലമല്ല ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അവക്കൊരു മാനഹാനി വരുത്തുവാൻ നോക്കാതെ നീതിമാനായ മനുഷ്യനായ ജോസഫ്. പ്രിയമുള്ളവരെ, ഞാനും എന്നെ വെച്ച് ചിന്തിക്കുകയാണ്. ഞാനും ഒരു ഷിബു ജോസഫാണ്. എന്നെയും ദൈവം അനുഗ്രഹിച്ചു. വേദപുസ്തകത്തിലെ 2 ജോസഫന്മാരുടെ കഥ നിങ്ങൾക്കറിയാം. അവർ രണ്ടുപേരും ദൈവത്തെ അനുസരിക്കുന്നതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഞാനും ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടിരുന്നത് കൊണ്ട്, കർത്താവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചിരുന്നതുകൊണ്ട്, എന്നെ കേട്ട നിങ്ങൾക്ക് ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പേര് ഷിബു ജോസഫ്, ഭാര്യയുടെ പേര് ഡെൻസി, എന്റെ മകൻ ജോസഫ്, രണ്ടാമത്തെ മോളാണ് നയോമി. ഇന്നൊരു ബൈബിൾ ക്യാമ്പിന് തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ്. ഇന്ന് രാത്രിയെ തിരിച്ചെത്തത്തുള്ളൂ. 3 ദിവസമായിട്ട് ആ ക്യാമ്പ്. ഏറ്റവും ഇളയ ആള് നിസി. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തുന്നു. ഞാൻ ഇന്ന് നാട്ടിലുള്ള അലുവയിലൂടെ ഞാൻ ദുബായിൽ ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് 15-ാം തീയതി ജോയിൻ ചെയ്യണം. 10-ാം തീയതി ഇവിടുന്ന് ഞാൻ ദുബായിലേക്ക് കടന്നു പോകും. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതില് ഈ ഒരു പ്രയർ ഗ്രൂപ്പിനെ ഞാൻ പ്രാർത്ഥന ഓർക്കും. ഇങ്ങനെ ഒരു അവസരം തന്നതിനായി തോമസ് മാത്യു ബ്രദറിനോടും ഒക്കെ ഉള്ള നന്ദിയും സ്നേഹവും കർത്താവിന്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.